ജെഫ്രി എപ്സ്റ്റീൻ സമീപകാലത്തായി ഏറെ കേൾക്കുന്ന ഒരു പേരായിരിക്കും അത്. എന്നാൽ അത് വെറും ഒരു മനുഷ്യൻ്റെ പേരല്ല, ഒരു കാലഘട്ടത്തിൻ്റെ പേരാണ്. ന്യൂയോർക്ക്, ഫ്ലോറിഡ, ന്യൂ മെക്സിക്കോ, US വെർജിൻ ഐലൻഡ് എന്നീ സ്ഥലങ്ങളിലായി 3 പതിറ്റാണ്ടോളം കാലം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പണം നൽകിയും ഭീഷണിപ്പെടുത്തിയും ലഹരിക്കടിമപ്പെടുത്തിയും ലൈംഗികമായി പീഡിപ്പിച്ച കാലഘട്ടത്തിൻ്റെ പേര്. അമേരിക്കൻ വ്യവസായിയായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. അതിവിപുലമായ സമ്പത്തിനും ബന്ധങ്ങൾക്കും ഉടമ. പക്ഷേ ഈ സമ്പത്ത് ഏത് ഉറവിടത്തിൽ നിന്നും വന്നെന്നോ ഉന്നതന്മാരുടെ വലയത്തിലേക്ക് ജെഫ്രി എപ്സ്റ്റീൻ എങ്ങനെയാണ് സഞ്ചരിച്ചെത്തിയതെന്നോ കൃത്യമായ രേഖകളിൽ എവിടെയുമില്ല. അമേരിക്കൻ പ്രസിഡന്റുമാർ, യൂറോപ്യൻ രാജകുടുംബാംഗങ്ങൾ, അതിസമ്പന്നന്മാർ, സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവരായിരുന്നു ജെഫ്രി എപ്സ്റ്റീനിൻ്റെ സൗഹൃദ വലയം. 1990കളിൽ പച്ചപിടിച്ച ഈ സൗഹൃദത്തിന് പിറകിൽ വലിയൊരു കുറ്റകൃത്യത്തിൻ്റെ കഥ കൂടിയുണ്ടെന്ന് പിന്നീടാണ് ലോകം അറിയുന്നത്. 1990കളുടെ തുടക്കത്തിൽ എപ്സ്റ്റീനെതിരെയുള്ള പരാതികൾ അമേരിക്കൻ അധികാരികൾക്ക് ലഭിച്ചു തുടങ്ങി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ സ്വന്തം വീടുകളിലേക്ക് വിളിച്ചു വരുത്തുകയും പണം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും പിന്നീട് അതേ കുട്ടികളെ തന്നെ ഉപയോഗിച്ച് മറ്റു കുട്ടികളെ റിക്രൂട്ട് ചെയ്യിക്കുകയും ചെയ്യുന്നു എന്ന അതിഭീകരമായ പരാതി. വൈകാതെ അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ജെഫ്രിക്കെതിരെ സമാന പരാതികൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. ഫലത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും അതിഭീകരമായ ഗൂഢാലോചനയോടെ നടക്കുന്ന സംവിധാനമാണെന്നും അധികാരികൾക്കും ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു തുടങ്ങി. പരാതികളും ആരോപണങ്ങളും അധികാരികളുടെ മേശപ്പുറത്ത് ഒരുപാട് വന്നെങ്കിലും നടപടിയുണ്ടായില്ല. ജെഫ്രി എപ്സ്റ്റീനിൻ്റെ അതിശക്തമായ ബന്ധങ്ങളും രാഷ്ട്രീയ സ്വാധീനവും കാരണം അന്വേഷണങ്ങൾ നീണ്ടു. ഫെഡറൽ ഏജൻസികൾ പരസ്പരം അധികാരപരിധി ചൂണ്ടിക്കാട്ടി മാറി നിന്നു. ശക്തമായ കുറ്റപത്രങ്ങൾ ഫയൽ ചെയ്യാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ 2005-2006 കാലഘട്ടത്തിൽ ഒരു പ്രധാന വഴിത്തിരിവുണ്ടായി. ഫ്ലോറിഡയിലെ പാം ബീച്ചിന് സമീപം താമസിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ശക്തമായി രംഗത്ത് വന്നു. ജെഫ്രിക്കെതിരെ അന്വേഷണങ്ങൾ വീണ്ടും അതോടുകൂടി ശക്തമായി. മസാജ് എന്ന പേരിൽ കുട്ടികളെ വിളിക്കുക, പണം നൽകുക, ലൈംഗിക ചൂഷണത്തിലേക്ക് നയിക്കുക, പിന്നീട് മൗനം പാലിക്കാൻ സമ്മർദ്ദം ചെലുത്തുക എന്നൊരു കുറ്റകൃത്യ മാതൃക ഇയാൾ പിന്തുടരുന്നുണ്ടെന്ന് കൃത്യമായ അന്വേഷണത്തിലൂടെ പോലീസ് കണ്ടെത്തി. വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് അന്വേഷണം പ്രാദേശിക പോലീസിൽ നിന്നും മാറി ഫെഡറൽ അന്വേഷണ ഏജൻസികളുടെ ടേബിളിലെത്തി. ശേഷം FBI അന്വേഷണം ഏറ്റെടുത്തു. എപ്സ്റ്റീൻ കുട്ടികളെ വർഷങ്ങളായി ലൈംഗികമായി പീഡിപ്പിച്ചു വരികയാണെന്നും കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി പണത്തിന് കൈമാറുന്നുണ്ടെന്നും FBI റിപ്പോർട്ടുകൾ ശരിവച്ചു. FBI ഫയലുകളിൽ 30-ലധികം ഇരകളുടെ വിശദമായ മൊഴികളും രേഖപ്പെടുത്തപ്പെട്ടിരുന്നു. ഇതായിരുന്നു എപ്സ്റ്റീൻ ഫയൽസ് എന്നിപ്പോൾ അറിയപ്പെടുന്ന രേഖകളുടെ പ്രാഥമിക രൂപം. ചുരുക്കത്തിൽ ജെഫ്രി എപ്സ്റ്റീനെതിരെയുള്ള പരാതികളും അന്വേഷണവും കണ്ടെത്തലും തെളിവുകളും അടങ്ങിയ രേഖകളെയാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്ന് വിളിക്കുന്നത്. വിഷയത്തിലേക്ക് തിരിച്ചു വരാം. കേസിൽ FBI അന്വേഷണ റിപ്പോർട്ട് ഫ്രെയിം ചെയ്തെങ്കിലും നിർണായക ഘട്ടത്തിൽ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി മാറി. കേസ് കൈകാര്യം ചെയ്തിരുന്ന ഫെഡറൽ പ്രോസിക്യൂട്ടർമാരുടെ സമീപനം മൃദുവായി മാറി. എപ്സ്റ്റീനിൻ്റെ അഭിഭാഷക സംഘം ശക്തമായി വിഷയത്തിൽ ഇടപെട്ടു. ഉയർന്ന രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾ ഉപയോഗിച്ച് ഫെഡറൽ കേസുകൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ഇതിൻ്റെ ഫലമായാണ് 2008 എപ്സ്റ്റീനിന് അനുകൂലമായ പ്ലീ ബാർഗെയിൻ രൂപപ്പെട്ടത്. അഥവാ ഫെഡറൽ കുറ്റകൃത്യങ്ങളിൽ നിന്നും മാറി സ്റ്റേറ്റ് കുറ്റകൃത്യങ്ങളിൽ പെടുന്ന ചിലതേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് എപ്സ്റ്റീൻ കുറ്റസമ്മതം നടത്തി. കോടതി കുറ്റസമ്മതം ശരിവെച്ചു. എപ്സ്റ്റീൻ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിലിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഓരോ ദിവസവും നിശ്ചിത സമയം ജയിലിന് പുറത്തു പോകാൻ കോടതിയുടെ അനുവാദം ലഭിച്ചു. അതോടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ശേഖരിച്ച പല നിർണായക തെളിവുകളും തുറന്ന കോടതിയിൽ ഒരിക്കലും അവതരിപ്പിക്കപ്പെട്ടില്ല. ഇതോടെ അന്വേഷണം സാങ്കേതികമായി അവസാനിപ്പിക്കപ്പെട്ടു. എന്നാൽ സത്യാന്വേഷണം പൂർണ്ണമായില്ല. വർഷങ്ങൾക്കു ശേഷം വീണ്ടും പരാതികളും ആരോപണങ്ങളും കൂടുതൽ ശക്തമായി ഇരുട്ടുകീറി പുറത്തു വന്നു. ഒടുവിൽ 2019 എപ്സ്റ്റീൻ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അന്നത്തെ FBI അന്വേഷണ രേഖകളെല്ലാം പുറത്തെടുത്തു. ഫെഡറൽ സർക്കാർ തുറന്നു പറഞ്ഞു, മുൻ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പഴയ മൊഴികളും രേഖകളും കൂടുതൽ അന്വേഷണങ്ങളും നടന്ന് പുതിയ കുറ്റപത്രം തയ്യാറാക്കപ്പെട്ടു. എപ്സ്റ്റീനിൻ്റെ വീടുകളിലും മറ്റു സ്ഥാപനങ്ങളിലുമെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ തിരച്ചിലുകൾ നടത്തി. 1200-ലധികം ഇരകളുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. വിശദമായി അവരുടെയെല്ലാം മൊഴിയെടുത്തു. എപ്സ്റ്റീനിൻ്റെ വീടുകളിൽ നിന്നും 3500-ലധികം നഗ്നചിത്രങ്ങളും 40,000-ലധികം മറ്റു ബന്ധപ്പെട്ട ചിത്രങ്ങളും കണ്ടെടുത്തു.
കൂടാതെ കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള രേഖകൾ, പ്രസ്തുത സ്ഥലങ്ങളിലേക്ക് എപ്സ്റ്റീനൊപ്പം യാത്ര ചെയ്തവരുടെ ഫ്ലൈറ്റ് ലോഗുകൾ, ഉന്നതന്മാരുമായുള്ള മെയിലുകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെല്ലാം ഇതിലേക്ക് ചേർക്കപ്പെട്ടു. അതോടെ എപ്സ്റ്റീൻ ഫയൽസ് 20,000-ലേറെ പേജുകൾ കടന്നു. ജെഫ്രി എപ്സ്റ്റീൻ അതോടെ നിയമത്തിൻ്റെ പിടിയിലകപ്പെട്ടു. പക്ഷേ പൂർണ്ണ വിചാരണയിലേക്ക് എത്തും മുൻപേ എപ്സ്റ്റീൻ ജയിലിൽ വെച്ച് മരണപ്പെട്ടു. ആത്മഹത്യയെന്ന് വിധിയെഴുതപ്പെട്ടെങ്കിലും ആ സാഹചര്യങ്ങൾ ഇന്നും ദുരൂഹമായി നിലനിൽക്കുന്നു. അന്വേഷണങ്ങൾ അതോടെ അവസാനിച്ചെങ്കിലും ജെഫ്രി എപ്സ്റ്റീനിൻ്റെ ക്രിമിനൽ ജീവിതം, ശൃംഖല, കൂട്ടാളികൾ എന്നിവയുമായി ബന്ധപ്പെട്ട സർക്കാർ നിയമനിർവഹണ അന്വേഷണ രേഖകൾ പുറത്തുവിടണമെന്ന ആവശ്യം പിന്നെയും ഉദിച്ചു വന്നു. ഒടുവിൽ 2025 നവംബറിൽ എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് എന്നൊരു നിയമം എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് എന്നൊരു നിയമം US കോൺഗ്രസ് പാസാക്കി. എപ്സ്റ്റീനിൻ്റെ നെറ്റ്വർക്കുകൾ, FBI, ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ നടത്തിയ അന്വേഷണങ്ങളുടെ രേഖകൾ, പൊതുജനങ്ങളുടെ കാഴ്ചയിൽ നിന്ന് മുമ്പ് തടഞ്ഞു വച്ചിരുന്ന മറ്റു വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യമല്ലാത്ത രേഖകളും പുറത്തുവിടാൻ US നീതിന്യായ വകുപ്പിനെ ഈ നിയമം നിർബന്ധിതമാക്കി. നിയമപ്രകാരം അന്വേഷണ റിപ്പോർട്ടുകൾ, പ്രോസിക്യൂട്ടർ ഫയലുകൾ, ഇമെയിലുകൾ, ഫോട്ടോകൾ, ഫ്ലൈറ്റ് ലോഗുകൾ, മറ്റു സാമഗ്രികൾ എന്നിവയുൾപ്പെടെ 10,000-കണക്കിന് പേജുകൾ തുടക്കത്തിൽ പരസ്യമായി. ഫെഡറൽ അന്വേഷണങ്ങളിൽ നിന്ന് മുമ്പ് കാണാത്ത വസ്തുക്കൾ, ലൈംഗിക കടത്ത് സംഘത്തിൽ പങ്കുള്ളതിന് 20 വർഷം തടവ് അനുഭവിക്കുന്ന എപ്സ്റ്റീനിൻ്റെ സഹായി ഗ്ലിസൈൻ മാക്സ്വെല്ലുമായി ബന്ധപ്പെട്ട രേഖകൾ, എപ്സ്റ്റീനും പ്രശസ്ത വ്യക്തികളും ഉൾപ്പെടുന്ന നിരവധി ചിത്രങ്ങളുടെയും കത്തിടപാടുകളുടെയും ഈ പരമ്പര എന്നിവ ഈ രേഖകളിൽ ഉൾപ്പെടുന്നു. ബിൽ ക്ലിൻ്റൺ, ഡൊണാൾഡ് ട്രംപ്, ബിൽ ഗേറ്റ്സ്, പ്രിൻസ് ആൻഡ്രൂ, റിച്ചാർഡ് ബ്രാൻസൺ, കെവിൻ സ്പൈസി, മിക്ക് ജാഗർ, മൈക്കിൾ ജാക്സൺ, നോം ചോസ്കി, സ്റ്റീഫൻ ഹോക്കിംഗ് തുടങ്ങിയ പ്രമുഖരുടെ പേരുകൾ അതോടുകൂടി വെളിച്ചത്തിലേക്ക് വന്നു. പലരും ജെഫ്രിയുടെ പാർട്ടി നടന്നിരുന്ന ഇടങ്ങളിൽ സന്ദർശിച്ചിരുന്ന തെളിവുകളും ചിത്രങ്ങളും പുറത്തു വരികയും ചെയ്തു. എന്നാൽ ഇപ്പോഴും എപ്സ്റ്റീൻ ഫയൽസ് പൂർണ്ണമായി പുറത്തുവിട്ടിട്ടില്ല. പല പേജുകളും കറുപ്പിച്ച് മറച്ച നിലയിലാണുള്ളത്. ചില പേരുകളും വിവരങ്ങളും ഇന്നും രഹസ്യമായി തുടരുന്നു. അതുകൊണ്ട് തന്നെ എപ്സ്റ്റീൻ ഫയലുകളുടെ കഥ പൂർത്തിയാവുന്നില്ല. ഭീകരമായ കുറ്റകൃത്യങ്ങൾ നടന്ന ആയിരക്കണക്കിന് ഇരകൾക്ക് നീതി ലഭിക്കാതെ തുടരുന്ന ഒരു ചോദ്യമായി ആ കഥ തുടരുകയാണ്. ഒരിക്കൽ ആ കഥ പൂർണ്ണമായും ചുരുളഴിഞ്ഞ് കുറ്റവാളികൾക്കെല്ലാം അർഹമായ ശിക്ഷ ലഭിക്കുന്ന ഒരു ദിനം സംഭവിക്കുമെന്ന് ഇരകളോട് ഐക്യപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം.